കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നു. ഡിസിസി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. നേതൃത്വത്തിനെതിരെ വീണ്ടും നഗരത്തിൽ പോസ്റ്റർ. തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന നിയുക്ത MP സുരേഷ് ഗോപി. തൃശൂർ പൂരം നടത്തിപ്പിന് മാറ്റമുണ്ടാകുമെന്നും സുരേഷ് ഗോപി. അയ്യന്തോൾ ഔട്ട്പോസ്റ്റിന് സമീപം അടച്ചിട്ട വീട്ടിൽ മോഷണം. 17 പവൻ മോഷണം പോയി. ഒളരി മദർ ആശുപത്രിയിലെ ഡോക്ടർ കുരുവിളിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വനിതാ ഹൌസ് സർജനെ അപമാനിച്ച ഡോക്ടർക്ക് സസ്പെൻഷൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർജറി യൂണിറ്റ് ചീഫ് പോളി ടി ജോസഫിനാണ് സസ്പെൻഡ് ചെയ്തത്. നടപടി പഠനയാത്രയ്ക്കിടെ അപമാനിച്ചുവെന്ന പരാതി. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര, മണലി, മുളവാക്കര, കാച്ചാക്കടവിലാണ് ശുചിമുറി മാലിന്യം അടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തുന്നത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ അണികളുടെ പ്രതിഷേധം തുടരുന്നു. കെ മുരളീധരനെ കുരുതി കൊടുത്ത TN പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DCC ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകൻ കുത്തിയിരിപ്പ് സമരം നടത്തി. നാട്ടിക സ്വദേശി ഇസ്മായിൽ അറക്കിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്ലക്കാർഡ് പിടിച്ചാണ് ഒറ്റയാൾ സമരം നടത്തിയത്. ഇതിനിടെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നഗരത്തിൽ വീണ്ടും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലും പ്രസ് ക്ലബിന് മുന്നിലുമാണ് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. പോസ്റ്റുകൾ നേതാക്കൾ ഇടപെട്ട് കീറിക്കളഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ പരാജയവുമായി ദയനീയമായ പരാജയവുമായി ബന്ധപ്പെട്ട് UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അതുപോലെ തന്നെ ദയനീയമായി എല്ലാ DCC പ്രസിഡന്റിൻ്റെയും KPCC വർക്കിംഗ് പ്രസിഡന്റിൻ്റെയും മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് പുറകിൽ പോവുകയും ചെയ്ത അവസ്ഥയുണ്ടായി. ഈ ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചെയർമാനായ TN പ്രതാപനും അതുപോലെ തന്നെ ജില്ലാ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കമുള്ള നേതാക്കൾ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ തന്നെ TN പ്രതാപൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാത്രം അദ്ദേഹം വിജയം കാണുകയും അതിനുശേഷം എൻ്റെ വിജയത്തിന് ശേഷം പിന്നെ അവിടെ ആരും വിജയിക്കേണ്ട എന്നുള്ള ഒരു പ്രവണത TN പ്രതാപൻ്റെ എല്ലാ ഇലക്ഷനും കണ്ടു തുടങ്ങിയിരിക്കുന്നു. നാട്ടികയായാലും അദ്ദേഹം മത്സരിച്ച കൊടുങ്ങല്ലൂരായാലും ഇപ്പോൾ തൃശ്ശൂർ മത്സരിച്ചു. അതിനുശേഷം മുരളീധരൻ മത്സരിക്കുന്നു. ആ മുരളീധരനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഇവർ വിടുപണി ചെയ്യുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുമെന്ന് സൂചന. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുരളീധരനുണ്ടായ വിഷമം മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് ഒരവസരം കൂടി നൽകിയേക്കും. പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാനാണ് സാധ്യത. വടകരയിലും നേമത്തും തൃശൂരിലുമടക്കം പാർട്ടി പറഞ്ഞ ഇടത്തെല്ലാം എതിരു പറയാതെ മത്സരിച്ച കെ മുരളീധരൻ തൃശൂരിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പൊതുരംഗത്തില്ലെന്ന സങ്കടത്തോടെ പറഞ്ഞാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് തോൽവിയോട് പ്രതികരിച്ചത്. മുതിർന്ന നേതാക്കൾ പലരും ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കുന്നുണ്ടെങ്കിലും വിഷമം മാറിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായൊരു പദവി മുരളിക്ക് നൽകണം എന്നാണ് മുന്നണി നേതാക്കൾ പോലും പറയുന്നത്. റായ്ബറേലിയിലും ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ അംഗത്വം രാജിവെച്ചാൽ കെ മുരളീധരൻ വരട്ടെ എന്നാണ് നിർദ്ദേശം. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ മാത്രമേ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പരിഗണിക്കൂ. വയനാട്ടിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറാകുമോ എന്നതും നിശ്ചയമില്ല. പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും തൃശൂർ പൂരം നടത്തിപ്പിന് മാറ്റമുണ്ടാകുമെന്നും നിയുക്ത MP സുരേഷ് ഗോപി പറഞ്ഞു. ഡൽഹിക്ക് പോകുന്നതിന് മുൻപ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമ ചെയ്യാനാണ് മോഹം. അക്കാര്യം തന്റെ നേതാക്കളെ അറിയിക്കും. പക്ഷേ പാർട്ടി പറഞ്ഞാൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിന് അനിവാര്യതയാണെങ്കിൽ മന്ത്രിയാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമിക്കും. താൻ മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നതിന് ചാണകമെന്ന് വിളിച്ച് ചിലർ പരിഹസിച്ചു. ചാണകത്തെ ഇവർ പാർലമെന്റിൽ സഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി തിരിച്ചടിച്ചു. CPM BJP ഡീൽ നടന്നുവെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ പരാമർശത്തോട് പ്രതികരിച്ച സുരേഷ് ഗോപി CPMന്റെയും കോൺഗ്രസിന്റെയും വോട്ട് തനിക്ക് ഒരുപോലെ കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. തനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ 6 കുടുംബങ്ങൾ
കുടുംബങ്ങൾ ഭീഷണി നേരിടുന്നുണ്ട്. അവരെ ചേർത്ത് നിർത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ തൃശൂരിന്റെ മാത്രം MP ആയിരിക്കില്ല, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കൂടി MP ആയിരിക്കും. ഇത്രയും വോട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇവിടുത്തെ നാരീശക്തിക്ക് വേണ്ടി നബാർഡുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ആ പഴയ തീരുമാനത്തിലേക്ക് പുനഃക്രമീകരണം നടത്താൻ ശ്രമിക്കുമെന്നും കേരളത്തിലെ എല്ലാ സ്ത്രീജനങ്ങൾക്കുമുള്ള സമർപ്പണമായിരിക്കും ഇതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അപ്പോൾ ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ്. ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം, എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം അതിനെ ഞാൻ നിഷേധിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും. എൻ്റെ രണ്ട് നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിലേക്ക് നീട്ടും എന്നല്ല പറഞ്ഞു, നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട്, എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത്. വളരെ പാഷനറ്റായിട്ടുള്ള ഒരാഗ്രഹം നിലകൊള്ളും. പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ്. എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവിടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇത്രയും വോട്ട് കിട്ടി നിൽക്കുമ്പോൾ ഇവിടുത്തെ നാരീശക്തിക്ക് എനിക്ക് തിരിച്ചു നൽകാൻ പറ്റുന്നത് നബാർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ച് ആ തീരുമാന മാറ്റം പുനഃക്രമീകരിച്ച് പഴയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ജനങ്ങൾക്കുള്ള വീട് നടത്തുന്ന അനിയത്തിമാരാണെങ്കിൽ പോലും അവരമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സമർപ്പണം. അയ്യന്തോൾ ഔട്ട് പോസ്റ്റിന് സമീപം അടച്ചിട്ട വീട്ടിൽ മോഷണം. 17 പവൻ മോഷണം പോയി. ഒളരി മദർ ആശുപത്രിയിലെ ഡോക്ടർ പുലോലിക്കൽ വീട്ടിൽ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുജോലിക്കാരി വന്ന് വാതിൽ തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 1 മാസമായി ഡോക്ടറും കുടുംബവും അമേരിക്കയിലാണ്. വീടിന്റെ പുറകുവശത്തെ ഇരുമ്പ് വാതിൽ തുറന്നാണ് മോഷ്ടാവാകത്ത് കടന്നത്. വീട്ടിനകത്തെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. ശുചിമുറിയിലെ പൈപ്പും തുറന്നിട്ടിരുന്നു. 3 മോതിരവും 1 ചെയിനുമാണ് മോഷണം പോയത്. CCTV തകർത്ത നിലയിലാണ്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാറ് ഇടാൻ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ തുറന്നിട്ട് മറക്കാമെന്ന് വെച്ചു. പിന്നെ ബാത്റൂമിലെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നിട്ട് അത് ഓഫാക്കി കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ സാറിൻ്റെ റൂമിലത്തെ പാലിറ്റിയിലെ കാശ് കാണാനില്ല, അത് അങ്ങനെ തന്നെ അടുക്കളയിലിരിക്കുന്നുണ്ട്. അപ്പം തന്നെ ഇവിടുത്തെ പണിക്കാരനെ ബിജുവിനെ വിളിച്ച്, ബിജു അപ്പം തന്നെ ഡോക്ടറെ വിളിച്ചു. അപ്പം തന്നെ ബിജു വന്നു. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ മുകളിലൊക്കെ കയറി നോക്കിയിട്ടു. അപ്പം എല്ലാം വലിച്ചു വരട്ടുണ്ട്. അങ്ങനെ കണ്ട് ഡെയിലി വരുള്ളൂ. ഇന്നലെ രാത്രി ഉണ്ടായിരിക്കണം ചേച്ചി. 1 മാസമായിട്ട് ഇവര് വീട്ടിൽ ഇല്ല, മെയ് 4 ഞാൻ രാവിലെ 7 മണിക്ക് വന്നു. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളില്ലെങ്കിൽ ചേച്ചി നേരം വൈകിട്ട് വന്നാൽ എന്നാലും ഞാൻ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ 2 ദിവസം മഴ ഉണ്ടായില്ല, അപ്പം നനയ്ക്കണ്ട. അപ്പം ഞാൻ ചെടി നനച്ചിട്ടാണ് ഞാൻ ആദ്യം അങ്ങോട്ട് കയറിയത്. ഇവിടെ മാത്രമാണോ എനിക്കറിയില്ല. വനിതാ ഹൌസ് സർജനെ അപമാനിച്ച ഡോക്ടർക്ക് സസ്പെൻഷൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർജറി യൂണിറ്റ് ചീഫ് ഡോക്ടർ പോളി ടി ജോസഫിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പഠനയാത്രയ്ക്കിടെ അപമാനിച്ചു എന്നാണ് പരാതി. തുടർന്ന് പ്രിൻസിപ്പലിന് ഹൌസ് സർജൻ പരാതി നൽകുകയായിരുന്നു. മെഡിക്കൽ കോളേജ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ഡോക്ടർ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. മണലി പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചാക്കടവിലാണ് മലിനജലം എത്തുന്നത്. ശുചിമുറി മാലിന്യം അടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തുന്നതായി നാട്ടുകാർ പറയുന്നു. മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി. തലൂർ കായൽ പരിസരത്തു നിന്നും എത്തുന്ന മാലിന്യമാണ് മണലിപ്പുഴയെ കൊല്ലുന്നത്. അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ്. ജൈവവും അജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറി. തരിശിട്ട പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നത്. നിരവധി ചരക്ക് വാഹനങ്ങളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്ത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡിനിരുവശവും തള്ളുന്നത് പതിവാണ്. എല്ലാ മാലിന്യങ്ങളും അറക്കപ്പാടം വഴി മണലിപ്പുഴയിൽ എത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത്.
ഒരു നാടിന്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത്. അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്റെ വീട് ഇതിന്റെ അപ്പുറത്താണ്. ഇവിടെ നമുക്ക് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മണ്ണടിച്ചിട്ട്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അത് അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കട്ടെ. ഇത് തന്നെയല്ല, ഇത് കുടിവെള്ളം കൂടി പോകുന്ന ഒരു പുഴയാണ്. നമ്മൾ കുടിവെള്ളം എടുക്കുന്നത് ഇതിന്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ്. അപ്പൊ ഇതുപോലെ ഇത്രയും മലിനമായ വെള്ളം ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള വീട്ടുകാർക്ക് ഒരാൾക്ക് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. പുഴയിലെ വെള്ളത്തിന്റെ ലവണാംശം കൂടി കുളവാഴ, ചണ്ടി എന്നിങ്ങനെ അനിയന്ത്രിതമായ വളർച്ചയുണ്ടാകുന്നു. പുഴയിൽ കാച്ചക്കടവിന് 500 മീറ്റർ താഴെ എറവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നുവെന്നും പുഴയുടെ ഓരത്തുള്ള കിണറുകളെക്കുറിച്ചുള്ള പരിഷത്ത് പഠനത്തിൽ കിണറുകളിലെ വെള്ളത്തിന്റെ നിറം, മണം, കട്ടി എന്നിങ്ങനെ ഗുരുതരമായി ബാധിച്ചിരുന്നതായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ കെ അനീഷ് കുമാർ പറഞ്ഞു. മണലിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. തൃശൂർ ACP ഓഫീസിന് ISO അംഗീകാരം. ACP ഓഫീസിൽ നടന്ന ചടങ്ങിൽ തൃശൂർ റേഞ്ച് DIG അജിത ബീഗം സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. കമ്മീഷണർ അങ്കിത് അശോകൻ, ISO ഡയറക്ടർ N ശ്രീകുമാർ, ACP K സുദർശൻ, ACP ബിജു K സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുത്തു. മതിലകം പുതിയകാവിൽ ദേശീയപാതയിലെതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ സ്വകാര്യ ബസ് വൈദ്യുതി തൂണിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. വൈദ്യുതി തൂൺ ഒടിഞ്ഞു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കരുതെന്ന തീരുമാനം. MLA PP സുമോദിന്റെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണ് നടപടി. ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന സ്കൂൾ വാഹനങ്ങളുടെ ലിസ്റ്റ് 15-നകം ടോൾ പ്ലാസ അധികൃതർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നടപടിയും പിൻവലിച്ചു. ഈ മാസം 1 മുതൽ പ്രദേശവാസികൾ, സ്കൂൾ വാഹനങ്ങൾ എന്നിവർ ടോൾ നൽകണമെന്ന് ടോൾ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധം ശക്തമായതോടെയാണ് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചത്. ചാലക്കുടി വെട്ടുകടവ് കനാൽ ബണ്ടിടിയുന്നു. കഴിഞ്ഞയാഴ്ച പാലത്തിനടുത്ത് രൂക്ഷമായി ബണ്ടിടിഞ്ഞതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയും ഭീഷണിയായി. കനാലിന് 15 അടിയിലേറെ താഴ്ചയുള്ള ഭാഗമാണിത്. നേരത്തെ ബണ്ടുകൾ കോൺക്രീറ്റ് ചെയ്തുവെങ്കിൽ അപാകതകൾ നിലനിന്നിരുന്നു. ഇതിനിടെയാണ് സ്ഥിരമായ മണ്ണിടിച്ചിൽ തുടരുന്നത്. എന്നാൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തി പ്രശ്നം നഗരസഭാ അധികൃതർ പരിഹരിച്ചിരുന്നു. കനത്ത മഴയിൽ കൂടുതൽ ഭാഗങ്ങൾ ഇടിഞ്ഞതോടെ അപകട സാധ്യത വർദ്ധിച്ചു. ഇവയുടെ അപകട സൂചന നൽകിയിട്ടുണ്ട്. ബണ്ട് കെട്ടി സംരക്ഷിക്കുന്നതിന് നഗരസഭ 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. CPIM-ന്റെ മുതിർന്ന നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന വേലൂർ സ്വദേശി KS ശങ്കരൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ സുഖത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. ഇന്ന് പുലർച്ചെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം, വേലൂർ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഭൗതിക ശരീരം ഉച്ചയ്ക്ക് 1 മണിവരെ വേലൂരിലെ വസതിയിലും തുടർന്ന് CPM-ന്റെ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. മന്ത്രി R ബിന്ദു, MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, മുരളി പെരുന്നല്ലി, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ, കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിരുവല്ലാമല അയ്യർമഠത്തിൽ സംസ്കാരം നടത്തി. കാട്ടൂർ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം കരാഞ്ചിറ സെന്റ് ജോർജ് CUP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റും കാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ VM കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P അനീഷ്, വാർഡ് മെമ്പർമാരായ ധനീഷ്, ജോസ് എന്നിവർ സംസാരിച്ചു. ലോക ക്ലബ് ഫുഡ് വാരാചരണം ഉദ്ഘാടനം തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു.
ഡെപ്യൂട്ടി മേയർ ML റോസി വാരാചരണം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, കൌൺസിലർ റെജി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. CPM നേതാവും എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന VK കുമാരന്റെ 13ാം ചരമവാർഷികം ആചരിച്ചു. ചന്ദ്രാപ്പിനി VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ചരമവാർഷികാചരണം എഴുത്തുകാരൻ MJ ശ്രീചിത്രൻ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, KA വിശ്വംഭരൻ, KR സീത, മഞ്ജുള അരുണൻ, ഷീന വിശ്വൻ എന്നിവർ സംസാരിച്ചു. മറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു സഖാവിൻ്റെ ജീവിതത്തെ ഓർക്കുക എന്നാൽ വരുന്ന കാലത്തെക്കുറിച്ച് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന കാലത്തെയും ആ കാലത്തിൻ്റെ ഭാവിയെയും കുറിച്ചുള്ള തികഞ്ഞ രാഷ്ട്രീയമായ ധാരണകൾ പങ്കിടുക, ആ പങ്കിടപ്പെടുന്ന ധാരണകളോട് ആ സഖാവിൻ്റെ ഓർമ്മകളെ കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിൽ അക്കിക്കാവ് ബൈപ്പാസ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രതിസന്ധിയാകുന്നു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ പുനർനിർമ്മാണത്തിലാണ് ആഴ്ചകൾക്ക് മുൻപ് ഗതാഗതം ഭാഗികമായി തടഞ്ഞത്. ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ അകലെ റോഡിന് കുറുകെ നിർമ്മിക്കുന്ന വലിയ കലുങ്കിന്റെ പണികൾ തുടങ്ങിയതോടെ ദീർഘദൂര വാഹനങ്ങളും വലിയ വാഹനങ്ങളും കടത്തിവിട്ടിരുന്നില്ല. പ്രദേശവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ കലുങ്കിന് സമീപം താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ താൽക്കാലിക പാത മുഴുവനായി തകർന്നു. റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകിയതിനെ തുടർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിന് കുറുകെ കാന നിർമ്മിച്ചു. ഇതോടെ ഒരു വാഹനങ്ങൾക്കും കടക്കാനാകാത്ത വിധം റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. കാലാവസ്ഥയുടെ മാറ്റത്തിൽ തിരിച്ചടിയേറ്റ റംബൂട്ടാൻ കർഷകർ. ഏറെ വൈകി പൂക്കളിട്ടതും വിളവെടുപ്പിന്റെ വേള കനത്ത മഴയിലായതും കൊതിയൂറും റംബൂട്ടാൻ പഴങ്ങൾക്ക് ഇക്കുറി ആവശ്യക്കാർ കുറവായി. മരങ്ങളിലാകട്ടെ കായ്കൾ പിടിച്ചത് പകുതിയിലും കുറവും വന്നു. ഏതാനും വർഷങ്ങളായി ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വന്നിരുന്ന കാഴ്ച ഇക്കുറിയില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും കെട്ടിത്തൂക്കിയ റംബൂട്ടാൻ കുലകൾ വലിയ തോതിൽ വിൽപ്പന നടന്നിരുന്നു. തുടക്കത്തിൽ കിലോയ്ക്ക് 300-നും പിന്നീട് 250 രൂപയിലുമെല്ലാം കച്ചവടം പൊടിപൊടിച്ചു. ഇടനിരക്കാരില്ലാത്തതിനാൽ കർഷകർക്ക് ഇത് ചാകരയായിരുന്നു. ഇപ്പോഴാകട്ടെ തോട്ടങ്ങളിൽ ശുഷ്കിച്ച മരങ്ങളും മഴയുടെ കാഠിന്യത്താൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞതും ഇത്തവണത്തെ റംബൂട്ടാൻ കാലത്തെ ശോകമൂകമാക്കി. കനത്ത ചൂടും റംബൂട്ടാൻ മരങ്ങളിലെ കായ് വളർച്ചയെ തളർത്തി. കൃഷിഭവനുകളിൽ 250 രൂപയ്ക്ക് റംബൂട്ടാൻ വിൽക്കുമ്പോൾ ഇവ എത്തിക്കുന്ന കർഷകർക്കുണ്ടാകുന്ന നഷ്ടം ഊഹിക്കാം. പടിഞ്ഞാറെ ചാലക്കുടി കോട്ടാറ്റ് മുട്ടൻതോട്ടി വർഗീസിന്റെ വീട്ടിൽ ആകെയുള്ളത് 2 റംബൂട്ടാൻ മരങ്ങൾ. ഗൾഫ് ജോലി മതിയാക്കി നാട്ടിലെത്തിയ കൃഷിയിലേക്ക് തിരിഞ്ഞ ഇയാൾക്ക് കഴിഞ്ഞ തവണ വലിയ തോതിൽ പഴങ്ങൾ ലഭിച്ചു. എന്നാൽ 3-1 മാറി ഇത്തവണത്തെ വിളവ്. 2 മരമായാലും വെച്ചുപിടിപ്പിച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാനിപ്പോൾ 30 കിലോ വിറ്റു. അപ്പോൾ ഏത് വീട്ടുകാരനായാലും ചെറിയ സൗകര്യത്തിലായാലും 2 മരം വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് നല്ല മലേഷ്യൻ ഇനത്തിൽപ്പെട്ടതാണ്. നല്ലോണം ഉണ്ടാവുകയും ചെയ്യും, നല്ല വില കിട്ടുകയും ചെയ്യും, നല്ല മധുരമാണ് ഇതിൻ്റെ. കായ വരെ തിന്നെ, കുരു വരെ തിന്നാൻ പറ്റും. അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. സാധാരണ റംബൂട്ടാൻ വിൽക്കാറില്ല, കുട്ടികൾക്കും മറ്റും നൽകുകയാണ് പതിവ്. ഇത്തവണ ആർക്കും പ്രിയമില്ലാതായി. ഇപ്പോൾ കൃഷിഭവനിൽ കൊടുക്കുകയാണെന്നും വർഗീസ് മുട്ടൻതോട്ടി പറഞ്ഞു. TCV ന്യൂസ് ചാലക്കുടി. എടത്തിരുത്തി പൈനു കനോലി കനാലിലും യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. താന്യം അഴിമാവ് സ്വദേശി പേരാത്ത് വീട്ടിൽ ധർമ്മന്റെ മകൻ 35 വയസ്സുള്ള ദ്രാലിഷാണ് മരിച്ചത്. പൈനൂർ NLP സ്കൂളിന് സമീപമുള്ള ഫാമിനടുത്തെ പുഴയിലാണ് മൃതദേഹം കണ്ടത്. 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. കയ്പമംഗലം പോലീസും നാട്ടിക ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം പുഴയിൽ നിന്നും പുറത്തെടുത്തു. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ബന്ധുക്കളെത്തിയാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന വനിതാ ശുചിമുറിയിൽ സ്ഥാപിച്ച സാനിറ്ററി ഡിസ്പോസിബിൾ മെഷീൻ ശുചിമുറി ഉപയോഗിക്കുന്നവർക്ക് വിനയായി. 3 മാസം മുൻപ് മെഷീൻ സ്ഥാപിച്ചുവെങ്കിലും വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിനുള്ള യാതൊരുവിധ നടപടികളും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. മെഷീൻ തെറ്റായ സ്ഥലത്ത് സ്ഥാപിച്ചതുമൂലം ശുചിമുറി ഉപയോഗിക്കുന്ന വയോധികരായ സ്ത്രീകളുടെ തല മെഷീനിൽ ഇടിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് മണരൂ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. വർക്ക് ചെയ്യുന്ന ആളാണ്. അതായത് കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന മണലൂർ പഞ്ചായത്തിന് കീഴിലുള്ള സ്ത്രീകൾക്ക് ഏകാശ്രയമായ ബാത്റൂം അത് ഒരെണ്ണം മാത്രമുള്ളൂ.
അതിൽ ഒരു സാനിറ്ററി ഡിസ്പോസിബിൾ മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാരണം സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവിടേക്ക് കടക്കാനോ പോകാനോ ചില സമയത്ത് വീഴാൻ വരെ സാധ്യതയുണ്ട്. അത് മാറ്റി, അത് ഒന്നാമത് സ്ഥാപിച്ചിട്ട് തന്നെ 3 മാസമായി, അത് ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. അത് എങ്ങനെയെങ്കിലും മാറ്റി ആ വാഷ് ബേസിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ വെച്ചെങ്കിൽ ഉപകാരമായിരുന്നു. ചിറ്റാറ്റുകര നാഷണൽ പബ്ലിക് ലൈബ്രറിയുടെ 63-ാം വാർഷികാഘോഷം ചലച്ചിത്ര സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. രണ്ടാമത് AD അന്തോണി സ്മാരക സാഹിത്യ പുരസ്കാരം കഥാകൃത്ത് റാഫേൽ തൈക്കാട്ടിലിന് PT കുഞ്ഞുമുഹമ്മദും ക്യാഷ് പ്രൈസ് AD അന്തോണിയുടെ സഹധർമ്മിണി റോസ്ലി അന്തോണിയും സമ്മാനിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തിയ വായനാ ചലഞ്ച്, ജനറൽ ക്വിസ് പരിപാടികളിൽ വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ചലച്ചിത്ര നടൻ മാത്യൂസ് പാവറട്ടി, ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം PM ജോസഫ്, പ്രോഗ്രാം കൺവീനർ CT ജാൻസി, സ്ഥിരം സമിതി അധ്യക്ഷൻ TC മോഹനൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പം ജോണി തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് സെന്റ് ആനീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥന വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ സെബി ചിറ്റലപ്പള്ളി സഹകാർമ്മികനായി 13-നാണ് ഊട്ടുതിരുനാൾ. അൾത്താറിലെ നവീകരിച്ച പെയിന്റിംഗ്സ് ഫാദർ ഡൊമിനിക് തലക്കോടൻ ആശീർവദിച്ചു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ യേശുദാസ് പുത്രി, ട്രസ്റ്റിമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കയ്പമംഗലം പ്രിയദർശിനി കൾച്ചർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ഫോറം ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം CJ പോൾസൺ, KK വാസു, പ്രവിത ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പാർലം ബാലകല്യാൺ നികേതൻ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടന്നു. വാർഡംഗം ശ്രീജിത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കുമാർ സെൻ, ഗ്രേസി, ത്രേസ്യാമ്മ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. CPM ബ്രഹ്മകുളം ഈസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ SLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും കേരളോത്സവ വിജയികളെയും അനുമോദിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുവിദാസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. PI ബാബു അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി PR ബിനേഷ്, സുനിത വിജയൻ, CM ഗിരീഷ്, സതി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചേലക്കര മേഖലയിലെ അംഗൻവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പത്തുകുടി കുന്നുംപുറം 64-ാം നമ്പർ അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് മെമ്പർ ജാഫർ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ടീച്ചർ T ദിവ്യ, ആശാ വർക്കർമാരായ ജയന്തി, ഉഷാദേവി, അംഗൻവാടി ഹെൽപ്പർ ദിവ്യ എന്നിവരും രക്ഷിതാക്കളും പ്രവേശനോത്സവ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി മേഖലാതല പരിസ്ഥിതി ദിനാഘോഷം മുളങ്ങന്നത്തുകാവ് കലാസമിതി LP സ്കൂളിൽ മുളങ്ങന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ദേവസി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് കേന്ദ്ര നിർവാഹ സമിതി മുൻ അംഗം T സത്യനാരായണൻ പരിസര ദിന സന്ദേശം നൽകി. PV സൈമി പരിസര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കലാസമിതി സ്കൂൾ പ്രധാനാധ്യാപിക PR ദുർഗ, പുഴയ്ക്കൽ BRC കോർഡിനേറ്റർ PK ബിൽക്കി, പരിഷത്ത് മേഖലാ സെക്രട്ടറി VK മുകുന്ദൻ തുടങ്ങിയവർ കുട്ടികളോട് സംസാരിച്ചു. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ ഇന്ദു ചൂടിനെപ്പറ്റി സുരേഷ് ഇളമൺ നിർമ്മിച്ച ഡോക്യുമെന്ററി ചിത്രവും കുട്ടികൾ തയ്യാറാക്കിയ ചുമർ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം PTA പ്രസിഡന്റ് CS സിറ്റിസൺ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി KA അജീഷ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തൈ നടുകയും ചെയ്തു. പ്രധാന അധ്യാപിക PV ഷൈനി അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് ഭാവന നിഖിൽ, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ S സ്റ്റെല്ല, ലൈനി മോൾ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ SSLC +2 VHSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10-ന് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാതല ആദരണ പരിപാടിയിൽ തൃശൂർ ഈസ്റ്റ് വിദ്യാഭ്യാസ ഉപജില്ലയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും. ആദരണ പരിപാടി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് വിദ്യാഭ്യാസ ഉപജില്ലകളിൽ ആദരണ പരിപാടി സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ്
വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, TV മദനമോഹൻ, KV സജു, PM ബാലകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ദേവസൂര്യ വായനശാല ജോയിന്റ് സെക്രട്ടറി ഗ്രീഷ്മ സുനിൽ അധ്യക്ഷയായി. വനിതാവേദി കൺവീനർ VP പ്രിൻസി, ബാലവേദി കൺവീനർ TS ആര്യ, സീനിയർ സിറ്റിസൺ പ്രസിഡന്റ് വേണു ബ്രഹ്മകുളം, റെജി വിളക്കാട്ടുപാടം തുടങ്ങിയവർ സംസാരിച്ചു. കരുവന്തല സെന്ററിലെ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഏനാമാക്കൽ സെന്റ് മേരീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. റിട്ടയർഡ് പ്രിൻസിപ്പൽ KC ഷേർലി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, പ്രധാന അധ്യാപിക KY മേരി, ഓട്ടോ തൊഴിലാളി പ്രതിനിധികളായ അരുൺകുമാർ, ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കാളമുറിയിൽ നിന്നും അണലിയെ പിടികൂടി. കാളമുറി പോസ്റ്റ് ഓഫീസിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് അണലിയെ പിടികൂടിയത്. 4 അടി നീളമുള്ള അണലിയെയാണ് വന്യജീവി സംരക്ഷകൻ അൻസാരി കൂളിമുട്ടമെത്തി പിടികൂടിയത്. പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. മറ്റത്തൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മറ്റത്തൂർ GLP വിദ്യാലയത്തിലേക്ക് പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും നൽകി. തൈനടിയിൽ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷൈനി ബാബു അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ കൃഷി ഓഫീസർ VU ദിവ്യ, സ്കൂൾ പ്രധാന അധ്യാപിക MS ബീന, കൃഷി അസിസ്റ്റന്റ് EV വിപിൻ എന്നിവർ സംസാരിച്ചു. ആലപ്പാട് ചൈതന്യ അംഗനവാടിയിലെ പ്രവേശനോത്സവം ചാഴൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ഇന്ദുലാൽ ഉദ്ഘാടനം ചെയ്തു. CA ഇനാശു അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷജിത, സുനിൽ രാജൻ വള്ളിയിൽ, അംഗനവാടി അധ്യാപിക PO ലിസി എന്നിവർ സംസാരിച്ചു. കൂർക്കഞ്ചേരി ശ്രീ ബോധാനന്ദ LP സ്കൂളിൽ കൂർക്കഞ്ചേരി കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജയപ്രകാശ് പൂത്തിങ്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ദുർഗ VK അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് ഹരി P നായർ, സ്കൂൾ PTA പ്രസിഡന്റ് ഷാനിബ്, കൂർക്കഞ്ചേരി കലാകായിക സമിതി പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ, ജോബിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ രാമവർമ്മപുരം കൃഷ്ണ അംഗനവാടിയിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. ഡിവിഷൻ കൌൺസിലർ രാജശ്രീ ഗോപൻ ഉദ്ഘാടനം ചെയ്തു. പുതിയതായി എത്തിയ കുട്ടികളെ സമ്മാനങ്ങൾ നൽകിയാണ് വരവേറ്റത്. സ്കൂൾ പ്രവേശനം ലഭിച്ച മുൻ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. അംഗൻവാടി അധ്യാപിക ഗീത വസന്തൻ, ഹെൽപ്പർ ഗീത സുനിൽ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ചിരികിലുക്കവുമായി നടന്ന കുട്ടി ഘോഷയാത്ര പ്രവേശനോത്സവത്തിന്റെ മാറ്റുകൂട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. K. മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നു. DCC ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകൻ കുത്തിയിരിപ്പ് സമരം നടത്തി. നേതൃത്വത്തിനെതിരെ വീണ്ടും നഗരത്തിൽ പോസ്റ്റർ. തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന നിയുക്ത MP സുരേഷ് ഗോപി. തൃശൂർ പൂരം നടത്തിപ്പിന് മാറ്റമുണ്ടാകുമെന്നും സുരേഷ് ഗോപി. അയ്യന്തോൾ ഔട്ട്പോസ്റ്റിന് സമീപം അടച്ചിട്ട വീട്ടിൽ മോഷണം. 17 പവൻ മോഷണം പോയി. ഒളരി മദർ ആശുപത്രിയിലെ ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വനിതാ ഹൌസ് സർജനെ അപമാനിച്ച ഡോക്ടർക്ക് സസ്പെൻഷൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർജറി യൂണിറ്റ് ചീഫ് പോളി T. ജോസഫിനെയാണ് സസ്പെൻഡ് ചെയ്തത്. നടപടി പഠനയാത്രയ്ക്കിടെ അപമാനിച്ചുവെന്ന പരാതി. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര, മണലി, മണവാക്കര, കാച്ചക്കടവിലാണ് ശുചിമുറി മാലിന്യം അടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.